ഹൂഷുവിനെ കാണാതെ അന്വേഷിച്ച് നടക്കുകയായിരുന്ന ഷിയു പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നവരെയായിരുന്നു നമ്മൾ കണ്ടത്. അവനിങ്ങനെ വെപ്രാളപ്പെട്ടുവെന്ന് കെട്ടിപ്പിടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എന്താണ് പ്രശ്നമെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൾ ഇതുവരെ എവിടെയായിരുന്നുവെന്ന് അവനും അന്വേഷിക്കുന്നു. അവൻ ആ വിഷ് ബോണ്ടിൽ ഇടുന്നതിന് വേണ്ടി കോയിൻ സംഘടിപ്പിക്കാൻ പോയതായിരുന്നു. അവൾ ഹോട്ടലിലെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവൾക്കത് കിട്ടിയിരുന്നില്ല. അങ്ങനെ അവിടെ റൂട്ടിൽ ഓടുന്ന ബസ്സുകാരനോട് ചോദിച്ചാൽ കിട്ടുമെന്ന് കരുതി അവൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അവനെ വിളിച്ച് വിവരം പറയാനായി നോക്കിയപ്പോൾ ഫോൺ ഓഫ് ആവുകയും ചെയ്തു. അതുകൊണ്ടാണ് അവനെ കോൺടാക്ട് ചെയ്യാൻ പറ്റാതെ പോയത്. അവൻ ആഗ്രഹിച്ച കാര്യം നടക്കണമെന്ന് മറ്റാരെക്കാളും കൂടുതൽ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കൂടി ഹൂഷു അവനോട് പറയുന്നു. ഷിയു അതിന് മറുപടിയൊന്നും പറയാതെ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചതേ ഉള്ളൂ. എന്തായാലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവൻ ഗോങ്ങിനെ വിളിച്ച് വിവരം പറയുന്നു. അവർ അങ്ങോട്ടേക്ക് ചെല്ലാതെ മറ്റെവിടേക്കോ പോവുകയാണെന്ന് കൂടി പറയുന്നതിനാൽ ഇനി അവരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട, നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് ഗോങ് സാവോയോട് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു വെക്കേഷൻ വന്നതുകൊണ്ട് എന്തായാലും താൻ ശരിക്കും റിലാക്സ് ചെയ്തു എന്നൊക്കെ സാവോ ഈ സമയത്ത് അവനോട് പറയുന്നു. അവളുടെ ആ മൂഡ് ഒന്നുകൂടി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അവൻ കുറച്ച് വൈനൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അത് അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങുന്നു. ഷിയു ഹൂഷുവിനെയും കൊണ്ട് വണ്ടിയിൽ അവിടെയുള്ളൊരു ഹിൽ പോയിന്റിലേക്കായിരുന്നു പോയത്. അവിടെ നൈറ്റ് വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വണ്ടിയിലിരുന്നുകൊണ്ട് തന്നെ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് അവൻ വണ്ടി പാർക്ക് ചെയ്തത്. ഹൂഷുവിന് ആ കാഴ്ച വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് മാത്രമല്ല, അവൾക്ക് വേണ്ടി മറ്റൊരു സർപ്രൈസ് കൂടി റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ വണ്ടിയുടെ ഡിക്കി തുറക്കുന്നു. ശരിക്കും ഒരു ക്യാമ്പിങ്ങിൻ്റെ മൂഡ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിരുന്നു അവൻ പ്ലാൻ ചെയ്തിരുന്നത്. വണ്ടിക്കുള്ളിൽ അതെല്ലാം കൂടി സെറ്റ് ചെയ്ത് അവൻ ഒരു റൊമാൻറ്റിക് മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് ആ നൈറ്റ് വ്യൂവും കണ്ടുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. നേരത്തെ പറയാതെ പോയത് കാരണം അവൻ ദേഷ്യത്തിലായിരിക്കും എന്നായിരുന്നു ഹൂഷു കരുതിയത്. പിന്നീട് അവനോട് ചോദിച്ചപ്പോഴാണ് ദേഷ്യമല്ല, പേടിച്ചിട്ടാണ് അങ്ങനെ ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചതെന്ന് അവൻ പറയുന്നത്. കുട്ടിക്കാലത്ത് ഒരിക്കൽ ഇതേപോലെ അച്ഛനെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു. പിന്നീട് അച്ഛനെ കണ്ടെത്തിയപ്പോഴേക്കും അദ്ദേഹം പോയി കഴിഞ്ഞിരുന്നു എന്നൊക്കെ അവൻ വളരെ വിഷമത്തോടെ പറയുന്നു. എന്തുകൊണ്ടാണ് അവൻ അത്രയ്ക്ക് വെപ്രാളപ്പെട്ടതെന്ന് അവൾക്കതോടെ മനസ്സിലാവുന്നുണ്ട്. അവനെ ആശ്വസിപ്പിക്കാനെന്നോണം അവൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. മുമ്പ് ഒരു തവണ ആ ബലൂണെല്ലാം കൂടി അവൾ വാങ്ങിയപ്പോൾ മുകളിലേക്ക് പറത്തി വിട്ട ഒരെണ്ണം അവൻ്റെ കയ്യിൽ കിട്ടിയിരുന്നല്ലോ. അതും അവൻ കൊണ്ടുവന്ന് ആ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഹൂഷുവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ആ പറന്നുപോയ ബലൂണുകളുടെ അതേ അവസ്ഥ തന്നെ ആയിരിക്കും തൻ്റേതും എന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കലും തന്നോട് പറയാതെ ഇങ്ങനെയെങ്കിലും പോവരുത്, എപ്പോഴും അവൾ എവിടെയാണ് എന്നുള്ള കാര്യം തന്നെ അറിയിക്കണം എന്നുകൂടി അവൻ പറയുന്നുണ്ട്. എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് അവൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്നപ്പോൾ റൊമാൻസ് കൂടി രണ്ടുപേരും കിസ് ചെയ്യുന്നു. പിന്നെ വണ്ടിയിലേക്ക് തന്നെ കിസ് ചെയ്തുകൊണ്ട് വീഴുന്നുണ്ട്. അന്ന് രാത്രി രണ്ടുപേരും കൂടി അവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തത്. സാവോയും ഗോങ്ങും വൈൻ കുടിച്ച് അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയിരുന്നു. രാവിലെ ആയപ്പോഴാണ് രണ്ടുപേർക്കും വെളിവ് വീഴുന്നത്. ആദ്യം ഉണർന്നത് സാവോയാണ്. അവൾ ഗോങ്ങിനെ തട്ടി ഉണർത്തുന്നു. വൈനിന് ഭയങ്കര വീര്യമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് രണ്ടുപേരും പരസ്പരം പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹോട്ടലിലെ ഒരു സ്റ്റാഫ് അവർക്ക് ഹാങ് ഓവർ സൂപ്പുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും ഒരേപോലെ എഴുന്നേറ്റ് നിന്ന് ഹോട്ടലിന് തങ്ങൾ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് സോറി പറയുകയും ആ കൊണ്ടുവച്ച ഡ്രിങ്ക് ഒറ്റ വലിക്ക് കുടിക്കുകയും ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ട്വിൻസ് ചെയ്യുന്നത് പോലെയാണ് രണ്ടുപേരും ഇത് ചെയ്തത്. സ്റ്റാഫ് അന്തം വിട്ടവരെ നോക്കുന്നുണ്ട്. അവർ തിരികെ റൂമിനടുത്തേക്ക് ചെല്ലുമ്പോൾ തലേദിവസം രാത്രി എവിടെയായിരുന്നുവെന്ന് ഹൂഷുവിനോട് എന്ത് മറുപടി നൽകും എന്നറിയാതെ സാവ ചെറിയ കൺഫ്യൂഷനിലായിരുന്നു. തങ്ങൾ ഒരുമിച്ചായിരുന്നു എന്നെങ്ങാനും ഹൂഷു തെറ്റിദ്ധരിക്കുമോ എന്നാണോ അവളുടെ പേടിയെന്ന് ഗോങ് ചോദിച്ചപ്പോൾ എന്തായാലും എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല, നമ്മൾ ഒരിക്കലും ഒരുമിക്കാൻ പോകുന്നില്ല എന്ന് സാവ പറയുന്നു. എനിക്കെന്താണ് കുഴപ്പം എന്ന് ഗോങ് തിരിച്ചും ചോദിക്കുന്നുണ്ട്. ഇവരിങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഷിയുവും ഹൂഷുവും കൂടി തിരികെ എത്തിയത്. അപ്പോഴാണ് അവർ റൂമിലില്ല, അവരും രാത്രി പുറത്തെവിടെയാണ് സ്റ്റേ ചെയ്തതെന്ന് ഇവർ അറിയുന്നത്. ട്രിപ്പ് തീരുന്ന ദിവസം ആയതുകൊണ്ട് അവർ തിരികെ പുറപ്പെടുന്നു. ചെക്കൗട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് തലേദിവസം രാത്രി എവിടെയായിരുന്നു എന്നൊക്കെ സാവോ ഹൂഷുവിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ സസ്പെൻസ് ഇട്ടതല്ലാതെ അപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. തിരിച്ച് സാവോ എവിടെയായിരുന്നു എന്ന് ചോദിച്ച് അവളെയും കളിയാക്കുന്നുണ്ട്. സാവോയെയും ഗോങ്ങിനെയും ഡ്രോപ്പ് ചെയ്ത ശേഷമാണ് ഷിയു ഹൂഷുവിനെ ഡ്രോപ്പ് ചെയ്യാനായി അവളുടെ സ്ഥലത്തേക്ക് എത്തിയത്. പക്ഷേ അവളുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് മുമ്പ് ഓഫീസിന് മുന്നിൽ വെച്ച് കണ്ട അതേ കാർ കിടക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നു. ആ നമ്പർ അന്ന് തന്നെ അവൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അവന് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ആ വണ്ടി ഹൂഷുവിനെ ഫോളോ ചെയ്യുകയാണ് എന്ന് അവന് മനസ്സിലാവുന്നു. ഹൂഷു ഈ സമയത്ത് നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ അവൻ അവളെ ഉണർത്താതെ തന്നെ വണ്ടി അവിടെ നിന്ന് തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് വിടുന്നുണ്ട്. അവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയ സമയത്താണ് ഹൂഷു ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്. അങ്ങോട്ടേക്ക് വന്നത് എന്താണെന്ന് അവൾ ചോദിക്കുന്നു. വണ്ടിയിൽ എണ്ണ കുറവായിരുന്നു, മാത്രമല്ല ഞാൻ നല്ല ടയേർഡായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ അവൻ എക്സ്ക്യൂസ് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ഞാനൊരു ടാക്സി വിളിച്ച് ഇവിടെ നിന്ന് റൂമിലേക്ക് പോയിക്കോളാമെന്ന് പറഞ്ഞ് ഹൂഷു തനിയെ പോകാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും അത് വേണ്ട, ഇന്ന് തൻ്റെ കൂടെ സ്റ്റേ ചെയ്യാൻ അവൻ പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ അതിന് സാധനങ്ങളൊന്നും ഇല്ല എന്ന് ഹൂഷു പറഞ്ഞപ്പോഴാണ് നിൻ്റെ പെട്ടി പുറകിലിരിക്കുന്നത് മറന്നുപോയോ എന്ന് അവൻ ചോദിക്കുന്നത്. കാരണം അവർ ട്രിപ്പ് പോയപ്പോൾ എന്തായാലും അവൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഹൂഷുവിന് അവിടെ നിൽക്കാമെന്ന് സമ്മതിക്കേണ്ടി വരുന്നു. മുമ്പ് അവൾ ആദ്യം അവിടെ വന്ന സമയത്ത് അവൾക്കിടാൻ അവിടെ ചെരുപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അവൻ പ്രത്യേകം ചെരുപ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമേ തന്നെ അതെടുത്ത് നൽകുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഹൂഷു നല്ല ഹാപ്പി ആവുന്നുണ്ട്. വെള്ളം എടുക്കാനായി ഫ്രിഡ്ജ് തുറന്നപ്പോഴും അവൾ നല്ല ഹാപ്പി ആവുന്നുണ്ട്. കാരണം ആദ്യം അവിടെ വന്ന സമയത്ത് ആ ഫ്രിഡ്ജിൽ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ അവൻ വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
ഇത് നിന്റെ ഫ്രിഡ്ജ് തന്നെയാണോ എന്ന് അവൾ അത്ഭുതത്തോടെ അവനോട് ചോദിക്കുന്നുണ്ട്. നീ ആദ്യം വന്ന തവണ നിനക്കൊന്നും തരാൻ പറ്റാതെ എനിക്ക് അബദ്ധം പറ്റി, അതുകൊണ്ടൊരു മുൻകരുതലായി ഞാനിതെല്ലാം വാങ്ങി വെച്ചതാണ് എന്ന് അവൻ പറയുന്നു. അത് മാത്രമല്ല, അവൾക്ക് വയറിന് ഇടയ്ക്കിടെ പ്രശ്നം ഉണ്ടാവാറുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നതിനാൽ അതിനെ പറ്റിയൊരു മെഡിസിനും അവൻ വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവളോട് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തോളാൻ പറഞ്ഞിട്ട് അവൻ കഴിക്കാൻ എന്തെങ്കിലും റെഡിയാക്കാനായി പോകുന്നുണ്ട്. ഉഷു ലഗേജൊക്കെ എടുത്ത് സന്തോഷത്തോടെ അകത്തെ റൂമിലേക്ക് പോകുന്നു. പക്ഷെ ആദ്യം നോക്കിയപ്പോഴാണ് രാത്രിയിൽ ഇടാൻ പറ്റിയ ഡ്രസ്സൊന്നും അവളുടെ കൈവശമില്ല എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ തിരികെ വന്നിട്ട് പുറത്തിരുന്ന ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് അവനോട് പറയുന്നുണ്ട്. അവൻ തൻ്റെ വാർഡ്രോബിൽ ഉപയോഗിക്കാത്ത ഒരു നൈറ്റ് ഡ്രസ്സ് ഇരിപ്പുണ്ട്, അതെടുത്തിട്ടോളാൻ അവളോട് പറയുന്നു. ഡ്രസ്സ് തിരിയാനായി വാർഡ്രോബ് തുറന്നപ്പോൾ അതിൽ മുമ്പ് അവൾ ദേഷ്യപ്പെട്ട് തിരികെ നൽകിയ ആ വൈറ്റ് ഡ്രസ്സ് കിടക്കുന്ന അവൾ കാണുന്നുണ്ട്. അവൾ വീണ്ടും ഹാപ്പി ആയിട്ട് ഓടിപ്പോയി അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് തിരികെ വരുന്നു. അപ്പോഴേക്കും അവൻ കഴിക്കാൻ എന്തൊക്കെയോ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അവന് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഡ്രസ്സ് അവൾക്ക് വളരെ വലുതാണ്. ഞാൻ ഇതിട്ടുകൊണ്ട് ഇങ്ങനെ ഇതുവഴി ഓടി നടന്നാൽ പിന്നെ ഇവിടെ ഒന്നും തുടച്ച് വൃത്തിയാക്കേണ്ടി വരില്ല എന്ന് ഹുഷു തമാശയായി പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നു. ഹുഷുവിൻ്റെ ഡ്രസ്സ് വളരെ വലുതായതിനാൽ ഷിയോ ആണ് അതിൻ്റെ കൈയൊക്കെ റോൾ ചെയ്ത് വെച്ച് കൊടുത്തത്. അവന് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഹുഷു നിർബന്ധിച്ചപ്പോൾ കുറച്ച് കഴിക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ അവൻ പറയുന്നത്. ഹുഷു ഇത് തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. അവളൊന്ന് ഷോക്കായി എന്ന് തന്നെ പറയാം. ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ഒരുമിച്ച് താമസിക്കാൻ പോകുന്നത് എന്താണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരുമിച്ചല്ലേ, പിന്നെ ഒരുമിച്ച് താമസിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ഷിയും ചോദിക്കുന്നു. അവൻ ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണോ തന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ഹുഷു സംശയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കഴിഞ്ഞിട്ട് തിരികെ വന്നു കഴിഞ്ഞപ്പോൾ അവളെ പിരിയാൻ തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറയുന്നതെന്നാണ് അവൻ പറഞ്ഞത്. അല്ലാതെ ആ വണ്ടി അവളെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്, അത് പേടിച്ചിട്ടാണ് എന്നൊന്നും അവനിപ്പോൾ അവളോട് പറയുന്നതേ ഇല്ല. വളരെ സീരിയസ് സ്വഭാവം ഉണ്ടായിരുന്ന അവൻ റൊമാൻസിലായി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഹുഷു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ അവൾ നല്ല ഹാപ്പിയായി അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ ഷിയുവിൻ്റെ ഉള്ളിൽ ഈ സമയത്തെല്ലാം നല്ല ആദ്യം ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവൻ അവൻ്റെ സ്റ്റഡിയിലെ സീക്രട്ട് റൂമിൽ ചെന്നിരുന്ന് ആ വണ്ടിയുടെ നമ്പർ ഓർത്തെടുത്ത് ഒരു ബുക്കിൽ കുറിച്ച് വെക്കുന്നുണ്ട്. ഹുഷു ഈ സമയം അവനെ തിരഞ്ഞ് അവൻ്റെ ആ സ്റ്റഡി റൂമിലേക്ക് വരുന്നുണ്ട്. അവിടെയൊന്നും അവനെ കാണാത്തതിനാൽ ഇവനിത് എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടക്കുമ്പോഴേക്കും മറ്റേ ആ ചെറിയ റൂമിൽ നിന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. കുറച്ച് ജോലി ബാക്കിയുണ്ട്, അതുകൊണ്ട് അവളോട് കിടന്നോളാൻ അവൻ പറയുന്നു. അവൻ എത്താൻ വൈകും, അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഹുഷു തനിച്ചാണ് ഉറങ്ങാൻ കിടന്നത്. തന്നോട് ഇവിടെ സ്റ്റേ ചെയ്യാനായി കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവനിങ്ങനെ തന്നെ ഒറ്റയ്ക്ക് ഉറങ്ങാൻ വിട്ടത് എന്തിനാണെന്ന് ഹുഷുവിന് മനസ്സിലാവുന്നില്ല. എന്തായാലും കുറേ നേരം ഫോണിലൊക്കെ നോക്കിയിരുന്ന് അവൾ ഉറങ്ങിപ്പോകുന്നുണ്ട്. ഹുഷു നല്ല ഉറക്കമായി കഴിഞ്ഞപ്പോഴാണ് ഷിയു റൂമിലേക്ക് തിരികെ എത്തിയത്. ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ അങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് കണ്ട് അവൻ ഫോണൊക്കെ കയ്യിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അവളൊന്ന് തലോടുകയൊക്കെ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അവൾ ഉണർന്നെഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഷിയു എവിടെ പോകാനായി റെഡിയായി ഇറങ്ങുന്നുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ അവൻ അടുത്തേക്ക് പിടിച്ച് കിസ് ചെയ്യാനായി തുടങ്ങുന്നുണ്ടെങ്കിലും ബ്രഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൾ ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ നെറ്റിയിൽ ചെറുതായിട്ടൊന്ന് കിസ് ചെയ്തിട്ട് അവളോട് റെഡിയായി ഓഫീസിലേക്ക് തനിയെ പോകണം, ഇന്ന് അത്യാവശ്യമായി മറ്റൊരു സ്ഥലം വരെ പോകാനുണ്ട്, അതുകൊണ്ട് അവളെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല, അതേപോലെ തന്നെ ഓഫീസിലേക്കും എത്താൻ സാധ്യതയില്ല, വൈകിട്ട് ഓഫീസ് ടൈം കഴിഞ്ഞാലും വേറെ കുറച്ച് തിരക്കുകളുണ്ട്, അതുകൊണ്ട് തിരിച്ചും അവൾ തനിയെ വരേണ്ടി വരും എന്ന് അവൻ പറയുന്നു. ഒരുമിച്ച് താമസം തുടങ്ങിയിട്ട് ആദ്യ ദിവസം തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകേണ്ടി വരുന്നത് അവളെക്കുറിച്ച് വിഷമിപ്പിക്കുന്നുണ്ട്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവൾ അതൊക്കെ സമ്മതിക്കുന്നു. ഷിൻ അന്ന് ഓഫീസിലിരുന്ന് അവിടുത്തെ ആ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അവൻ്റെ അച്ഛൻ വിലക്കിയിട്ടും അവനിങ്ങനെ ഇത്ര റിസ്ക് എടുത്ത് അതൊക്കെ ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് അവൻ്റെ അസിസ്റ്റൻറ്റ് ചോദിക്കുന്നുണ്ട്. കമ്പനിയുടെ ജനറൽ മാനേജറായ താൻ ഇതൊക്കെ അറിയേണ്ടതാണ്, അതുകൊണ്ട് അച്ഛനെ എതിർത്താൽ പോലും തനിക്കിതൊക്കെ ചെക്ക് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ കമ്പനി നശിച്ചു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷിന്നെ ചെക്ക് ചെയ്യുന്നത്. ഈ സമയത്താണ് റിസപ്ഷനിൽ ഒരു ലഞ്ച് ബോക്സുമായിട്ട് ആരോ വന്നിട്ടുണ്ട്, ഷിന്നെ കാണുമെന്ന് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റിസപ്ഷനിൽ നിന്ന് അസിസ്റ്റൻറ്റിന് കോൾ വന്നത്. ലഞ്ച് ബോക്സിൻ്റെ കാര്യം കേട്ടപ്പോൾ ഹുഷു ആയിരിക്കും വന്നതെന്ന് കരുതി വന്നയാളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഷിൻ അപ്പോൾ തന്നെ അവളെ കാണാനായി അങ്ങോട്ടേക്ക് ഓടുന്നു. നല്ല ആവേശത്തോടെയാണ് ഹുഷുവിനെ കാണാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ അവൻ ഓടിച്ചെന്നത്. പക്ഷേ അവിടെ നിൽപ്പുണ്ടായിരുന്നത് ഷിയു ആയിരുന്നു. അതോടെ ഷിൻ ആകെ നിരാശനാവുന്നു. മറ്റൊരാൾക്ക് വേണ്ടി ഇങ്ങനെ ലഞ്ച് ബോക്സ് ഡെലിവർ ചെയ്യാനുള്ള ടൈമൊക്കെ ഷിയുവിനുണ്ടോ എന്ന് ചോദിച്ച് ഷിൻ ആദ്യം തന്നെ അവനെ ഒന്ന് പരിഹസിക്കുന്നു. പക്ഷേ അത് തിരികെ കൊണ്ടുവരുമ്പോൾ അവളെ ഒന്നുകൂടി കാണാമെന്നുള്ള രീതിയിലാണല്ലോ അവൻ ഇത് തന്നെ അങ്ങനെ കൊണ്ട് കൊടുത്തത്. അതുകൊണ്ട് അവൻ്റെ ആ നമ്പർ തിരിച്ചൊന്ന് പ്രയോഗിച്ചതാണ് എന്ന് പറഞ്ഞ് ഷിയു അപ്പോൾ തന്നെ അവനെ തിരികെ ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട്. ഷിൻ കൂടുതൽ തർക്കത്തിൽ നിൽക്കാതെ ലഞ്ച് ബോക്സ് വാങ്ങി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴാണ് നിന്റെ അച്ഛനോട് ഹുഷുവിനെ പറ്റി അന്വേഷിക്കുന്നത് നിർത്താൻ പറയാൻ ഷിയു ആവശ്യപ്പെട്ടത്. ഷിൻ ഒന്നും മനസ്സിലാവാത്തതുപോലെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. എൻ്റെ അച്ഛനും ഹുഷുവുമായിട്ട് എന്താണ് കണക്ഷൻ എന്ന് അവൻ ചോദിക്കുന്നു. നിന്റെ അച്ഛൻ്റെ ആൾക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹുഷുവിനെ ഫോളോ ചെയ്യുകയാണ്, അവളുടെ ഓരോ നീക്കവും ഇപ്പോൾ അവരുടെ നിരീക്ഷണത്തിലാണ് എന്ന് ഷിയു പറയുന്നുണ്ട്. പക്ഷേ അത് എൻ്റെ അച്ഛൻ്റെ ആൾക്കാർ തന്നെയാണെന്ന് നിനക്ക് എന്താണ് ഇത്ര ഉറപ്പെന്ന് ഷിൻ ചോദിക്കുന്നു. വണ്ടിയുടെ നമ്പറും വണ്ടി മോഡലും ഒക്കെ പറഞ്ഞിട്ട് അത് നിൻ്റെ അച്ഛൻ്റെ വണ്ടി തന്നെയല്ലേ എന്ന് ഷിയു ചോദിക്കുന്നുണ്ട്. അതോടെ ഷിന്നിന് ഉത്തരം കിട്ടുന്നു. അല്ലെങ്കിലും ആദ്യമായിട്ടൊന്നുമല്ല അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ മുമ്പ് ആ വീട് വിട്ടിറങ്ങി അമേരിക്കയിലേക്ക് പോയ സമയം മുതൽ എന്നെ ഫോളോ ചെയ്യാനായി അദ്ദേഹത്തിൻ്റെ ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് മുമ്പൊരു തവണ ഞാൻ നിന്നോട് നിൻ്റെ ആഗ്രഹം കാരണം ഹുഷു ഒരു പ്രശ്നത്തിലാവരുതെന്ന് പറഞ്ഞത്.
നീ അവളോട് മുമ്പ് പെരുമാറിയതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ നിന്റെ ആത്മാർത്ഥത കൊണ്ട് അവളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് എന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ എന്നൊക്കെ ഷിയു അവനെ കുറ്റപ്പെടുത്തി പറയുന്നു. അവളുടെ അടുത്ത് നിന്ന് അകലം പാലിക്കാനും അവൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഷിൻ ഇതൊക്കെ നിസ്സാരമായി ചിരിച്ച് തള്ളിക്കളയുന്നു. ഹൂഷുവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാമെന്നും അവൻ പറയുന്നുണ്ട്. പക്ഷേ ഇത്തവണ അവനെ കളിയാക്കി ചിരിച്ചത് ഷിയു ആണ്. നിന്റെ അച്ഛനെ നേരെ നിന്ന് എതിർക്കാനുള്ള ധൈര്യം അതിന് നിനക്കുണ്ടോ എന്ന് ചോദിച്ചാണ് അവൻ ഷിന്നിനെ കളിയാക്കിയത്. എന്തായാലും ഷിൻ അതിന് മറുപടി പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവന് അച്ഛനെ നല്ല പേടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഉത്തരം മുട്ടി നൽകേണ്ടി വന്നത്. മുമ്പ് ഷിന്നിൻ്റെ അച്ഛൻ്റെ കമ്പനി കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്ത ഒരു കമ്പനിയുടെ ഓണറുടെ ഡീറ്റെയിൽസും ഫോട്ടോയും ഒക്കെ അങ്കിൾ ഷിയുവിനെ കാണിച്ചിരുന്നല്ലോ. ആ ഹുവാങ് ഇപ്പോൾ ഷിന്നിൻ്റെ അച്ഛനെ കാണാനായി വന്നിരിക്കുകയാണ്. അയാളുടെ കമ്പനി ഏതൊക്കെയോ ലോണൊക്കെ അടച്ചു തീർക്കാൻ പറ്റാതെ വലിയ ബാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹുവാങ് ഇദ്ദേഹത്തെ കാണാൻ വന്നിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇനിയും അയാളെ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഈ ആവശ്യം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് അദ്ദേഹം പറയുന്നു. ഹുവാങ് പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എന്തോ ഒരു സംഭവം പുറത്ത് പറയും എന്ന് പറഞ്ഞ് അയാൾ ഷിന്നിൻ്റെ അച്ഛനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ അതും അയാൾ അംഗീകരിച്ചു കൊടുക്കുന്നില്ല. എന്ത് സംഭവത്തിൻ്റെ പേരിലാണ് നീ എന്നെ ഇനിയും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇനി അതിവിടെ നടക്കാൻ പോകുന്നില്ല. ഇനി മേലാൽ ഇക്കാര്യവും പറഞ്ഞ് എന്നെ കാണാൻ വന്നേക്കരുതെന്ന് പറഞ്ഞ് അയാളെ ഷിന്നിൻ്റെ അച്ഛൻ അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട്. ഇനി അയാളെ അകത്തേക്ക് കയറ്റി വിടരുത് എന്ന് അസിസ്റ്റന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ഹുവാങ് പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഷിൻ നല്ല ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് പാഞ്ഞു പറിച്ച് വന്നത്. അവൻ്റെ പോക്കൊക്കെ കണ്ടാൽ ഇപ്പോൾ അച്ഛനെ അവൻ ശരിയാക്കുമെന്ന് തോന്നും. പുറത്തു നിൽപ്പുണ്ടായിരുന്ന അസിസ്റ്റന്റ് അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളൊക്കെ തട്ടിമാറ്റി ഷിൻ നല്ല ദേഷ്യത്തിൽ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഹൂഷുവിനെ ഫോളോ ചെയ്യാൻ അച്ഛൻ എന്തിനാണ് ആളെ ഏർപ്പാടാക്കിയത്? അവളെപ്പറ്റി അച്ഛനോട് ആരാണ് പറഞ്ഞത്? ആ തള്ളയാണോ എന്ന് ചോദിച്ച് ഷിയുവിൻ്റെ അമ്മയുടെ പേര് പറഞ്ഞ് അവൻ അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അവൻ്റെ അച്ഛൻ അപ്പോൾ തന്നെ അവൻ്റെ കാരണത്തിട്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട്. ഷിയുവിൻ്റെ അമ്മ നിൻ്റെയും എൽഡറാണ്, അതുകൊണ്ട് ഇങ്ങനെ മര്യാദയില്ലാതെ സംസാരിക്കരുതെന്ന് പറഞ്ഞാണ് അയാൾ അവനെ അടിച്ചത്. അസിസ്റ്റൻ്റ് അവിടെ നിൽപ്പുണ്ടായിരുന്നതുകൊണ്ട് ഷിൻ ശരിക്കും ചമ്മുന്നു. അവൻ ഒന്ന് നോക്കിയപ്പോൾ അസിസ്റ്റൻ്റ് കാര്യം മനസ്സിലായതുപോലെ മുറുക്കി പുറത്തേക്ക് പോകുന്നുണ്ട്. അതോടെ ഷിൻ അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഹൂഷുവുമായിട്ട് എനിക്ക് ഒരു കണക്ഷനുമില്ല, എൻ്റെ ഒരു ആഗ്രഹം മാത്രമാണ് അവൾ, അതുകൊണ്ട് വെറുതെ അവളെ ഉപദ്രവിക്കരുത്, അവളുടെ പുറകെ ഇനിയെങ്കിലും ആളുകളെ വിടാതിരിക്കണം എന്നൊക്കെ ഷിൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ അവളെ ഫോളോ ചെയ്യുന്നു എന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഇത്രയും നാൾ അവളുമായിട്ട് സഹകരിച്ചിട്ട് അവളുടെ അച്ഛൻ ആരാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്ന് അച്ഛൻ അവനോട് ചോദിക്കുന്നുണ്ട്. ഹൂഷുവിൻ്റെ അച്ഛന് ഷിയുവിൻ്റെ അച്ഛൻ കാരണം ഉണ്ടായ അപകടത്തിലാണ് പരിക്കേറ്റതെന്നൊക്കെ അയാൾ മനസ്സിലാക്കിയിരുന്നു. അതൊന്നും അവൻ ഇതുവരെ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞ് അവൻ അയാൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഷിയു ഈ സമയത്ത് ഈ കമ്പനിയുടെ പുറത്ത് വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹ്വാങ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവൻ നേരിട്ട് കാണുന്നു. അതോടെ തങ്ങളുടെ സംശയമെല്ലാം ശരിയാണെന്ന് അവൻ ഉറപ്പിക്കുന്നുണ്ട്. ഷിൻ അച്ഛൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും ഹൂഷുവിൻ്റെ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു.